ശബരിമല ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മാത്രം മല കയറിയത് 1,00,000-ലധികം പേരാണ്. 1.5 ദിവസത്തിനിടെ 1,63,000-ലധികം പേർ മല ചവിട്ടി. കണ്ണനായരുണ്ട് വിശദവിവരങ്ങളുമായി ശബരിമലയിൽ നിന്നും. കണ്ണനായർ, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നു. ഇന്ന് എങ്ങനെയുണ്ട് തിരക്ക്? ഇന്ന് വിശേഷാൽ പൂജകളും അവിടെ ദർശനവും ഒക്കെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്, ക്രമീകരിച്ചിട്ടുള്ളത്? മോദി സ്വാമി ശരണം. ഇന്നലത്തെ സമാനം തന്നെയാണ് അവസ്ഥ. യാതൊരു തിരക്കിന് യാതൊരു കുറവുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്ലൈ ഓവറിൽ നിന്നിറങ്ങി സോവാനത്തേക്ക് വരുന്ന ഭക്തന്മാരുടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുന്നത്. മല ചവിട്ടിയത് ഇന്നലെ വൈകിട്ടാണെങ്കിൽ ഇന്ന് പുലർച്ചെ ഈ സമയത്തും മുകളിലേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥ. ഇരുമുടിക്കെട്ട് ഏന്തി മണിക്കൂറുകൾ കാത്തുനിന്ന് സന്നിധാനത്തേക്ക് എത്തേണ്ട ഒരു അവസ്ഥ. കാര്യം ഈ 3-ാം തീയതി വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏതാണ്ട് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. 20,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. ആ സ്പോട്ട് ബുക്കിംഗ് ഇന്നലെ ഏതാണ്ട് 1,07,000 പരം ആൾക്കാർക്ക് സ്പോട്ട് ബുക്കിംഗ്, അതായത് 37,000-ഓളം പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനത്തിനുള്ള അവസരം ഉണ്ടാക്കി. കാര്യം ഭക്തന്മാർ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പശ്ചിമേട്ടിലും മനക്കൂട്ടത്തും ശരംകുത്തിയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറോട് അല്പസമയം മുമ്പ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെള്ളം ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പരാതികളുണ്ടായിരുന്നു. ആ പരാതികൾക്കൊക്കെ പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നത്. 1.5 ദിവസം കൊണ്ട് 1,63,000 പരം ആൾക്കാർ ഈ ചെറിയ സ്ഥലത്തേക്ക്, ഈ ചെറിയ ശബരിമല എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്, വളരെ വിസ്തൃതി കുറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ഭക്തന്മാർ എത്തുന്നുവെങ്കിൽ ആ ഭക്തിയുടെ ആഴം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കന്യായപ്പന്മാരുണ്ട്, മാളികപ്പുറങ്ങളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ, ഗുരുസ്വാമിമാരുണ്ട്. അവരൊക്കെ തന്നെ ഭക്തിയോടുകൂടി കാത്തിരിക്കുകയാണ്. കുറേയേറെ നേരം നിന്ന് കഴിയുമ്പോഴേക്കും മനുഷ്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, വെള്ളക്കെട്ടിലുള്ള പ്രശ്നം ഉണ്ടാകും. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ചുക്കുവെള്ള വിതരണമുണ്ട്. പക്ഷേ ആ ചുക്കുവെള്ള വിതരണ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ചുക്ക് വെള്ളത്തിന് പകരം പച്ചവെള്ളമാണ് കൊടുക്കുന്നതെന്നുള്ള പരാതിയൊക്കെ തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും എല്ലാ ഭക്തന്മാർക്കും സുഖദർശനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം. SIT പരിശോധനയൊക്കെ പൂർത്തിയായിരിക്കുന്നു. രാത്രി വൈകിയാണ് അവിടെ പരിശോധന അവസാനിച്ചത്. അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികളുടെ തൂക്കവും വലിപ്പവും അതനുസരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ SIT സംഘം ഇന്ന് എപ്പോഴാണ് മടങ്ങിപ്പോവുക? എന്തൊക്കെ കാര്യങ്ങൾ പരിശോധനയിൽ ശേഖരിച്ചു, മനസ്സിലാക്കി? ഈ പരിശോധനകൾ എത്രത്തോളം പൂർത്തിയായി? ഇന്ന് പുലർച്ചെ 3 മണിക്ക് ശേഷമാണ് SIT സംഘം സന്നിധാനത്ത് നിന്ന് മടങ്ങിയത്. ഇന്ന് 8 മണി 9 മണിയോടുകൂടി തിരിച്ചവർ മലയിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ് കൃത്യമായി ഇന്നലെ നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ പരിശോധന ഏതാണ്ട് 14.5 മണിക്കൂറാണ് നീണ്ടത്. ഈ സ്വർണ്ണ പാളികൾ അഴിച്ച് നേരെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മഠത്തിന് നടുക്കുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയുണ്ട്. അവിടെ വെച്ചായിരുന്നു ശാസ്ത്രീയ പരിശോധന. സ്കാനർ അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഓരോ പാളിയുടെ, അതായത് കട്ടളപ്പാളിയുടെയും ഈ വാതിൽ പാളിയുടെയും ദ്വാരപാലക ശില്പത്തിൻ്റെയും അതുപോലെ തന്നെ തൂണുകളുടെ സ്വർണ്ണപ്പാളികളുടെയും അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ അവർ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് എത്ര വലിപ്പമുള്ള കഷ്ണങ്ങളാണ് എന്നുള്ളത് കൃത്യമായി അളവെടുത്ത് അത് വരച്ച് ദേവസ്വത്തിൻ്റെ രജിസ്റ്ററിലും അതുപോലെ തന്നെ SITയുടെ രജിസ്റ്ററിലും രേഖപ്പെടുത്തി കൃത്യമായി സ്പെഷ്യൽ കമ്മീഷണറുടെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ഒപ്പ് വാങ്ങിയ ശേഷമാണ് ഈ രേഖകൾ സംഘം ശേഖരിച്ചിരിക്കുന്നത്. അത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും. 98-ലെയും 2015-ലെയും 2019-ലെയും 2025-ലെയും സ്വർണ്ണൻ്റെ ഒരു പ്യൂരിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് തരത്തിലാണ് സ്വർണ്ണം ഇവിടെ കടത്തിയത്? ഭാരം പരിശോധിക്കുന്നത് 98-ൽ UB ഗ്രൂപ്പ്, അതായത് വിജയ് മല്യ സ്വർണ്ണം പൂശിയതിൻ്റെ കണക്ക് എത്ര കിലോയുള്ള സ്വർണ്ണപ്പാളികളാണ് ഇവിടേക്ക് എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് വെച്ച് പരിശോധിച്ച് തട്ടിപ്പ് നടത്തിയത് എത്രത്തോളം സ്വർണ്ണമാണ് എന്നുള്ള കണ്ടെത്തുക എന്നുള്ളതാണ് SIT സംഘത്തിന്റെ ഒരു താല്പര്യം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കൃത്യമായിട്ടുള്ള സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പുലർച്ചെ മടങ്ങിയിരിക്കുന്നു SIT സംഘം. ഇന്ന് 9 മണിയോടുകൂടി മലയിറങ്ങും എന്നാണ് മനസ്സിലാവുന്നത്. ശബരിമലയിൽ വലിയ തിരക്കുമാണ് അനുഭവപ്പെടുന്നത്. ശബരിമലയിൽ സന്നിധാനത്ത് തന്നെയാണ് കണ്ണൻ നായരുള്ളത്. അവിടെ നിന്നാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. നല്ല ദിവസമായിരിക്കട്ടെ കണ്ണൻ നായർക്ക്. ആശംസിക്കുന്നു.